ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ വിഭവമാണ് ചിക്കൻ തോരൻ. നോക്കിയാലും ചിക്കൻ 500 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം വഴറ്റാൻ വേണ്ട സാധനങ്ങൾ: 2 സവാള നീളത്തിലരിഞ്ഞത്, 20ഓളം കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. മിക്സിയിലോ അല്ലെങ്കിൽ ഇടികല്ലിലോ വെച്ച് ചതച്ചെടുക്കുക. 1.5 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 പച്ചമുളക്, എരിവ് വേണമെങ്കിൽ ഒന്നുകൂടെ കൂട്ടാം, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. എണ്ണ ചൂടാകുമ്പോൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക്, ചതച്ച് വെച്ച കൊച്ചുള്ളി ഒന്ന് വഴണ്ട് വന്നു. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് കുറച്ച് നേരം വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരിയും മറ്റ് സാധാരണ മുളക് പൊടി 1 സ്പൂണും അങ്ങനെയും ചേർക്കാം. 1/2 സ്പൂൺ മല്ലിപ്പൊടി, 3/4 സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കൻ തോരൻ സാധാരണ നാടൻ ചിക്കനിൽ വയ്ക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. പക്ഷേ അതിന് ഒരുപാട് വേവുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെറുതായിട്ട് ഒരു പ്രഷർ കുക്കറിൽ കൊടുത്തതിന് ശേഷം ഈ രീതിയിൽ ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ സാധാരണ ബ്രോയിലർ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് റെഡിയാകും. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് അടച്ച് വയ്ക്കാം. ചിക്കൻ ഒന്ന് വെന്ത് വരണം. വെള്ളമൊന്നും ചേർക്കണ്ട. തോരനുള്ള തേങ്ങ നമുക്ക് ചതച്ചെടുക്കാനുണ്ട്. അതിന് ഏതൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ തേങ്ങ 2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും വേണം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ചിക്കൻ റെഡി ആകുമ്പോൾ ഇത് നമുക്കതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കനിലുള്ള വെള്ളം തന്നെ ഇറങ്ങി ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. എന്നാലും നമുക്കൊരു 10 മിനിറ്റും കൂടെ ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടെ നന്നായി വെന്ത് വരും ചിക്കൻ. നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് ഇത് അടിയിൽ പിടിക്കില്ല. നിങ്ങൾക്ക് അഥവാ അടിയിൽ പിടിക്കുന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ ശകലം വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഏകദേശം ഒരു 20 മിനിറ്റ് ആവാറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഇളക്കാതെ തന്നെ അടച്ച് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3/4 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 സ്പൂണോളം കുരുമുളക് ചതച്ചത്. ഇത് ഫ്രഷ് കുരുമുളക് പൊടിച്ചെടുക്കുന്നത് എടുത്തതാണ്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക്
ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.